സോ പുതിയ മാസം വന്നു. ഈ വർഷത്തെ സെക്കൻഡ് ലാസ്റ്റ് മന്ത് നവംബറിൽ തിയേറ്ററുകളിലും ഡേറ്റിലായും റിലീസ് ആവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നവംബർ 6 തന്നെ മോഹൻലാലിന്റെ വൃഷഭ റിലീസ് ഉണ്ടായിരുന്നു. പക്ഷെ VFX വർക്ക്സ് പെൻഡിംഗ് ഉള്ളതുകൊണ്ട് അതിന്റെ റിലീസ് വീണ്ടും മാറ്റിവെച്ചു എന്നാണ് കേട്ടത്. നവംബർ 7 2 മലയാളം സിനിമകളുണ്ട്. റോഷൻ മാത്യൂസ്, സറിൻ ഷിഹാബ് ടീം ഒന്നിച്ച ഇത്തിരി നേരം, അൽതാഫ് സലിമിന്റെ ഇന്നസെന്റ്. ഇത് രണ്ടും തിയേറ്ററിൽ തന്നെ റിലീസ് ആകും. പ്രെഡറ്റർ ഫ്രാഞ്ചൈസിൽ നിന്നുള്ള 9ാമത്തെ ഇൻസ്റ്റാൾമെന്റ് പ്രെഡറ്റർ ബാഡ്ലാൻഡ്സ്, റസൽ ക്രോ നായകനാകുന്ന ഹിസ്റ്റോറിക്കൽ ഡ്രാമ നൂറംബർഗ്, തമിഴിൽ നിന്നും റൊമാന്റിക് കോമഡി ആരോമലയും ക്രൈം ത്രില്ലറുകളായിട്ടുള്ള അതേഴ്സും അറിവാനും 7 തന്നെ റിലീസ് ഉണ്ട്. കൂടാതെ തെലുഗു ചിത്രം രശ്മിക മന്ദാനയുടെ റൊമാന്റിക് ഡ്രാമ ദ ഗേൾ ഫ്രണ്ട്, ഇമ്രാൻ ഹാഷ്മിയുടെ ഹിന്ദി കോർട്ട് റൂം ഡ്രാമ ഹക്ക്, മറ്റൊരു ഹിന്ദി ഫാന്റസി ആക്ഷൻ ത്രില്ലറായ ജഡാധര എന്നീ പടങ്ങളും തിയേറ്ററുകളിൽ റിലീസ് ആകും. നെറ്റ്ഫ്ലിക്സിലെ ഫ്രാങ്കൻസ്റ്റീൻ എന്നൊരു ഇംഗ്ലീഷ് സൈഫൈ ഹൊറർ മൂവിയും ബാരാമുള്ള എന്നൊരു കാശ്മീരി ത്രില്ലർ പടവും, ആപ്പിൾ TV പ്ലസിൽ പ്ലൂറിബസ് എന്നൊരു സൈഫൈ സീരീസും ഡീറ്റെയിൽ റിലീസ് ഉണ്ട്. നവംബർ 12 പ്ലേ ഡേറ്റ് എന്നൊരു ഇംഗ്ലീഷ് ആക്ഷൻ കോമഡി പ്രൈം വീഡിയോയിൽ റിലീസ് ആവും. നവംബർ 13 നെറ്റ്ഫ്ലിക്സിൽ ഡൽഹി ക്രൈം സീസൺ 3 സീരീസും ദ ബീസ്റ്റ് ഇൻ മീ എന്ന ഇംഗ്ലീഷ് ത്രില്ലർ പടവും റിലീസ് ആവുന്നുണ്ട്. നവംബർ 14 ദുൽഖർ സൽമാന്റെ കാന്ത റിലീസ് ആവുന്നത്. തമിഴാണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഒപ്പം മലയാളം, തെലുഗു, കന്നഡ, ഹിന്ദി ഡബിംഗ് വേർഷനുകളും റിലീസ് ആവുന്നുണ്ട്. മണി ശെൽവരാജാണ് പടത്തിന്റെ സംവിധായകൻ. സമുദ്രകനി, ഭാഗ്യശ്രീ ബോസെ തുടങ്ങിയവരും പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. 14 തന്നെ ഗ്ലെൻ പവലിന്റെ ദ റണ്ണിംഗ് മാൻ എന്ന ഇംഗ്ലീഷ് ആക്ഷൻ അഡ്വഞ്ചർ പടം, നൗ യു സീ മീ നൗ യു ഡോണ്ട്, നൗ യു സീ മീ ഫിലിം സീരീസിലെ 3ാമത്തെ പടമാണ്. ഇത് രണ്ടും തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. മലയാളത്തിൽ നിന്നും ലുക്മാൻ നായകനായിട്ട് അഭിനയിച്ച അതിഭീകര കാമുകൻ എന്നൊരു റൊമാന്റിക് കോമഡി പടം 14 റിലീസ് ആവുന്നുണ്ട്. ഒപ്പം അജയ് ദേവ്ഗന്റെ ഹിന്ദി റൊമാന്റിക് കോമഡി ദേ ദേ പ്യാർ ദേ 2 അന്ന് തിയേറ്ററുകളിൽ റിലീസ് ഉണ്ട്. ദ ക്രിസ്റ്റൽ കുക്കു എന്നൊരു സ്പാനിഷ് ത്രില്ലർ സീരീസ് നെറ്റ്ഫ്ലിക്സിലും അന്ന് തന്നെ റിലീസ് ഉണ്ട്. നവംബർ 21 കുറെ സിനിമകളും സീരീസുകളും ഒക്കെ റിലീസ് ആവുന്നുണ്ട്. ഇന്ദ്രജിത്തിന്റെ ക്രൈം ത്രില്ലർ ധീരം നവംബർ 21 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. തെലുഗുവിൽ നിന്നുള്ള ഹൊറർ മിസ്റ്ററി സൈഫൈ ത്രില്ലർ ഡ്യുവലും 21 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഇതിന്റെ മലയാളം ഡബ്ബിംഗും ഉണ്ടെന്നാണ് കേട്ടത്. സിസു സിനിമയുടെ സീക്വലായ സിസു റോഡ് ടു റിവെഞ്ച് എന്ന ഇംഗ്ലീഷ് ആക്ഷൻ പടവും, വിക്കിഡിന്റെ പുതിയ പടം വിക്കിഡ് ഫോർ ഗുഡും നവംബർ 21 തന്നെ തിയേറ്ററുകളിലും, ആക്ഷൻ അഡ്വഞ്ചർ പടം ദ ഫാമിലി പ്ലാൻ 2 ആപ്പിൾ TV പ്ലസിലും റിലീസ് ആവുന്നുണ്ട്. കൂടാതെ 21 തന്നെ കവിന്റെ തമിഴ് കോമഡി മാസ്ക്, ഹിന്ദിയിൽ നിന്നുള്ള വാർ മൂവി 120 ബഹാദൂർ, അഡൽ കോമഡി മസ്തി 4, ഹൊറർ പടമായ ഹോണ്ടഡ് 3D ഗോസ്റ്റ് ഓഫ് ദ പാസ്റ്റ് എന്നീ ഹിന്ദി സിനിമകൾ തിയേറ്ററുകളിലും, ഹിന്ദി ത്രില്ലർ സീരീസ് ആയ ദ ഫാമിലി മാൻ സീസൺ 3 പ്രൈം വീഡിയോയിലും റിലീസ് ആവുന്നുണ്ട്. നവംബർ 26 സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോളിയം 1 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. ഹോളിവുഡിൽ നിന്നും ആനിം അഡ്വഞ്ചർ കോമഡി പടം സൂട്ടോപ്പിയ 2 26 തിയേറ്ററുകളിൽ റിലീസ് ആകും. ഒപ്പം A24 ഇംഗ്ലീഷ് സൈഫൈ റോംകോം ഇറ്റേണിറ്റിയും നവംബർ 26 തിയേറ്ററുകളിൽ റിലീസ് ഉണ്ട്. ഇന്ത്യയിൽ എന്ന് തന്നെ റിലീസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഈ മാസത്തെ വളരെ പ്രതീക്ഷയുള്ള ഒരു മലയാള പടം മമ്മൂക്കയുടെ കളം കാവൽ നവംബർ 27 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നത്. നെഗറ്റീവ് ടച്ചുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഇതിൽ മമ്മൂട്ടി വരുന്നതെന്നാണ് കേട്ടത്. വിനായകനാണ് മറ്റൊരു പ്രധാന വേഷത്തിൽ വരുന്നത്. മീര ജാസ്മിൻ, രജിഷ വിജയൻ, ജിബിൻ ഗോപിനാഥ് തുടങ്ങിയവരും പടത്തിലുണ്ട്. ജിതിൻ കെ ജോസ് ആണ് ഈ പടത്തിന്റെ ഡയറക്ടർ. മുജീബ് മജീദാണ് ഇതിന്റെ മ്യൂസിക്. 27 തന്നെ ഏകാഗി എന്നൊരു ഹിന്ദി ഹൊറർ കോമഡിയും റിലീസ് ആവുന്നുണ്ട്. നവംബർ 28 ലുക്മാന്റെ മലയാളം കോമഡി പടം ബോംബെ പോസിറ്റീവ് തിയേറ്ററുകളിൽ റിലീസ് ആകും. ധനുഷ് കൃതി സനോൺ ടീമിന്റെ ഹിന്ദി റൊമാന്റിക് പടം തേരെ ഇഷ്ക് മെയും 28 റിലീസ് ഉണ്ട്. തെലുഗു ആക്ഷൻ കോമഡി ആന്ധ്ര കിങ് തലുകയും 28 തന്നെ റിലീസ് ആവുന്നുണ്ട്. ഇതുകൂടാതെ മലയാളം കോമഡി പടം പെണ്ണ് കേസും നവംബറിൽ റിലീസ് ആവുന്നുണ്ട്. നിഖില വിമൽ, അജു വർഗീസ്, ഹക്കീം ഷാജഹാൻ, രമേശ് പിഷാരടി തുടങ്ങിയവരാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ പടത്തിന്റെ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് നവംബറിൽ തിയേറ്ററുകളിലും ഡേറ്റിലായും റിലീസ് ആവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റ് ചെയ്യുക. ഒപ്പം ഞാൻ വിട്ടുപോയ ഏതെങ്കിലും പടമോ സീരീസോ ഉണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ ശരിയാണ്.